يا مكة ما أطيبك بشجون همس الهادي. സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കത്തില് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ജൂതന്മാരുടെ സംക്ഷിപ്ത ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മക്കയിൽ ജൂതന്മാരില്ലല്ലോ, പിന്നെ അതിനാണ് ജൂതന്മാരുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ എപ്പിസോഡുകളിലും ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരെയും തയ്യാറാക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. അത് സംബന്ധമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ 10ാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ബഹുമാനനായ ഹാഫിൽ സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നൗഫൽ വാഫി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരെയും മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായി തയ്യാറാക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഹിജ്റ ഒരു വലിയ സംഭവമാണ്, ഒരു മഹാസംഭവമാണ്. കാരണം അവർ പിറന്ന വീടും കളിച്ചു വളർന്ന നാടും കൂട്ടുകൂടിയ കുടുംബാംഗങ്ങളെയും മറ്റുള്ളവരെയൊക്കെ ഉപേക്ഷിച്ച് തീർത്തും അന്യമായ മറ്റൊരു നാട്ടിലേക്ക് അവർ പലായനം ചെയ്യാനിരിക്കുകയാണ്. അത് ചെറിയൊരു സംഭവമല്ല, അവരുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത വലിയൊരു കാര്യമാണ്. വിട്ടെറിഞ്ഞു പോവാണ്. ഭയങ്കര ഒരു സംഭവമാണ്. ആ ഒരു കാര്യത്തിലേക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പാൽപമായി ആദ്യമേ അവരെങ്ങനെ തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഖുർആനിലെ നിരവധി സൂക്തങ്ങളും സൂറത്തുകളും ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് മക്കിയായ സൂറത്താണ്. മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് സൂറത്തുൽ കഹ്ഫ് അവതരിക്കപ്പെടുന്നത്. മക്കയിലായിരിക്കുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകൾക്കൊക്കെ ഒരു പൊതു സവിശേഷത അവരുടെ ഈമാനികമായിട്ടുള്ള ആവേശം കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കും. ശരീഅത്ത്, നിയമസംഹിതകളൊക്കെ മദനിയായ സൂറത്തിലാണ് അധികം വരുന്നത്. സൂറത്തുൽ കഹ്ഫും ഇതുപോലെ അവരുടെ ഒരു ഈമാനികമായിട്ടുള്ള ആവേശം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം 7 ആളുകൾ, അസ്ഹാബുൽ കഹ്ഫ് 7 ആളുകൾ സ്വന്തം നാട്ടിൽ അള്ളാഹുവിനെ ആരാധിച്ചു എന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. അവർക്ക് അള്ളാഹുവിനെ ആരാധിച്ചതിൻ്റെ പേരിൽ ആ നാട്ടുകാരുടെയും അതുപോലെ തന്നെ രാജാവിൻ്റെയും പക്കൽ നിന്നുള്ള പീഡനം സഹിക്കവയ്യാതെ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്ന കഥയാണ് സൂറത്തുൽ കഹ്ഫ്. ഇവരിങ്ങനെ ഗുഹയിൽ അഭയം പ്രാപിച്ചതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഖമരിയായ വർഷപ്രകാരം 309 വർഷത്തിന് ശേഷം അവർ പുനർജനിക്കുന്നുണ്ട്. ഈ പുനർജനിക്കുന്ന സന്ദർഭത്തിൽ അവരെ കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ അവർ ഏകനായ ഇലാഹിനെ ആരാധിക്കുന്നു എന്നതിന് പേരിൽ കൂടുതൽ അനുമോദനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്യാണ്. അവര് അനുഭവിച്ച പ്രയാസങ്ങൾ പിന്നീട് അവർക്ക് ഒരു നന്മ വരുന്നുണ്ട്. മാത്രമല്ല അവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെന്നും ഓർക്കാൻ വേണ്ടിയിട്ട് ഖാലല്ലദീന ഖലബു അലാ അംരിഹിം ലനത്തഖിദന അലൈഹിം മസ്ജിദ എന്ന് പറയുന്നുണ്ട്. ഒരു മസ്ജിദ് പോലും അവരുടെ പേരിൽ നിർമ്മിക്കപ്പെടുകയാണ്. ഇവിടെ അവർ ഏത് കാരണത്താലാണ് ഒറ്റപ്പെട്ടത്? അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന കാരണത്താലാണ് ഒറ്റപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും പീഡിക്കപ്പെട്ടതും. അവര്
കൂടുതൽ അനുമോദിക്കപ്പെടുന്നതും ഏത് കാരണത്താലാണ്? അള്ളാഹുവിനെ ആരാധിക്കുന്ന കാരണത്താൽ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു ടൈമിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. ഇതേ അവസ്ഥ തന്നെ ഇന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ, വഹദാനീയത്തിന്റെ കാരണത്താൽ തന്നെ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു കഥയാണ് അത് സൂറത്തുൽ കഹ്ഫ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫ് മക്കിയായ സൂറത്താണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല തോന്നുന്നുണ്ട്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അടിമയായി വിൽക്കപ്പെടുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആ ഒരു കെയറിങ് മുഖേന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തീർത്തും അവിചാരിതമായിട്ട് അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു രീതിയിൽ പരിണമിച്ച് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അടക്കം അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുത്ത് ആരാണോ പുറത്താക്കാൻ കാരണക്കാരായത് അവര് തന്നെ അവസാനം പേര് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സൂക്തങ്ങളിലൂടെയൊക്കെ അവരെ മാനസികമായിട്ട് ഹിജ്റക്കായിട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നേരിട്ട് തന്നെ ഹിജ്റയെ സൂചിപ്പിക്കുന്ന നിരവധി സൂറത്തുകൾ നമ്മൾ പ്രവാചകന്മാരുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഹിജ്റ ഉണ്ടായി നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നാമത്തെ എപ്പിസോഡിൽ അതൊക്കെ ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തതിലൂടെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാനസികമായ സ്ഥൈര്യം ലഭിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങൾ, 1-2 സൂക്തങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഖുൽ യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന വഅർളുല്ലാഹി വാസിഅ ഇന്നമാ യുവഫ്ഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഖുൽ യാ ഇബാദില്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, ഇവിടെ വെച്ച് നന്മ പ്രവർത്തിച്ചവർക്ക് നന്മ തന്നെ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. വഅർളുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, നിങ്ങൾക്ക് അവിടേക്കൊക്കെ പോയി താമസിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയി നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്, അതിനൊരു കുഴപ്പമില്ല. ഇന്നമാ യുവഫ്ഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാശീലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അളവില്ലാതെ പ്രതിഫലം നൽകുന്നതാണ്. ഇങ്ങനൊരു സൂക്തം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സൂക്തത്തില് വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയ ഹസന വലഅജ്റുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ. ഈ സൂക്തം മക്കിയ സൂറത്ത് നഹ്ലിലാണ് ഇത് വരുന്നത്, മക്കിയ സൂറത്താണ്. ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു, ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയാണെങ്കിൽ ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയ ഹസന, അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉദാത്തമായിട്ടുള്ള വാസസ്ഥലം അവർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. അതോടൊപ്പം വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, വല അജ്റുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ, ഇവിടെ നിന്ന് നല്ല ജീവിതം കിട്ടും. അത് മാത്രല്ല മനസ്സിലാക്കുകയാണെങ്കിൽ, കാര്യം കൃത്യമായി ഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വല അജ്റുൽ ആഖിറതി അക്ബർ, നാളെ പാരിത്രിക ലോകത്ത് വെച്ചേക്കാൾ മെച്ചപ്പെട്ട ഒരു ലൈഫ് അത് കിട്ടും. അതാണ് ഒന്നുകൂടി മെച്ചമായിട്ടുള്ളത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ പറയാണ്. ഇങ്ങനത്തെ നിരവധി സൂക്തങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അവരുടെ ഒരു ഹിജ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് മാനസികമായിട്ട് അവരെ തയ്യാറാക്കുക. കാരണം ഇത് ചില്ലറ കാര്യമല്ല, അവരൊക്കെ സമ്പത്തൊക്കെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. ഒരു വേള പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. അതെ, അത് അവർക്ക് താങ്ങാൻ സഹിക്കൂല. അപ്പൊ അവര് മാനസികമായിട്ട് അതിലേക്ക് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഈ ഒരു സൂക്തത്തിലൂടെയും അതുപോലെ തന്നെ സൂറത്തിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകമായി പരാമർശിക്കേണ്ടത്, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരാമർശിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പരാമർശിക്കേണ്ടത് സൂറത്തുൽ ഇസ്രാ ആണ്. സൂറത്തുൽ ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഹിജ്റക്ക് തൊട്ടു മുമ്പാണല്ലോ ഇറങ്ങിയത്. കൃത്യമായി ഹിജ്റ ചെയ്യേണ്ടി വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന നൽകുകയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ സംക്ഷിപ്ത ചരിത്രം, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ജൂതന്മാരുടെ സംക്ഷിപ്ത ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകർ മക്കയിലാണല്ലോ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, മക്കയിൽ ജൂതന്മാരില്ലല്ലോ, പിന്നെ എന്തിനാണ് ജൂതന്മാരുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അത് പറയുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം താങ്കൾ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരും, അവിടെ ജൂതന്മാരുണ്ട്. ജൂതന്മാരായിട്ട് നിങ്ങൾ സാഹസിക്കാനും അവരുമായി നിങ്ങൾ ഡീൽ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് അവരോട് എടുക്കേണ്ട സമീപനം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ ചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ ചരിത്രം അവർക്ക് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായില്
ഹിജ്റ പോകേണ്ടി വരുമെന്നുള്ള ചില ഭാഗങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് 73-ാമത്തെ സൂക്തത്തിൽ, ഇതിനൊരു കാരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദ് ചുംബിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ മക്കയിലെ ഖുറൈശികൾ വന്ന് അത് തടഞ്ഞു. ഞങ്ങളുടെ സനമിനെയും ഞങ്ങളുടെ ബിംബങ്ങളെയും ചുംബിക്കുന്നില്ലെങ്കിൽ താങ്കൾ ഒരിക്കലും ഹജറുൽ അസ്വദും ചുംബിക്കേണ്ടതില്ല, അത് ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കൾക്ക് ദിവ്യബോധന നൽകിയതിൽ നിന്ന് താങ്കളെ ഫിത്നയിലാക്കാൻ, അതല്ലാതെ മറ്റൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ഫിത്നയിലാക്കുന്നുണ്ട്. വൈദല്ല തഖദൂക ഖലീല, നിങ്ങൾ അങ്ങനെ അവര് പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ താങ്കളെ അവർ സുഹൃത്തായിട്ട് പരിഗണിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത സൂക്തത്തിൽ പറയുന്നത്, വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഢചിത്തത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയില്ലെങ്കിൽ ഒരു സ്വല്പം വ്യതിചലിച്ചേനെ എന്നാണ് ഈ ഒരു സൂക്തത്തിൽ പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ക്രൂഷ്യൽ കണ്ടീഷനിലൂടെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയത്. അപ്പൊ അത്രയും സ്ഥൈര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പീഡനങ്ങളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള പീഡനങ്ങളെ അതിജയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നത്. പെട്ടെന്നൊരു ഒരു ഹിജറ ഉണ്ടാവുകയല്ല ചെയ്തത്, കുറേ പ്രയാസങ്ങൾ അനുഭവിച്ച് അതെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും പരിവപ്പെടുത്തിയിട്ടുണ്ട്. അതാ പറയുന്നത്, വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. എന്നിട്ട് പറയാണ്, ഇദല്ല അദഖനാക ളൈഅഫൽ ഹയാതി ഇനി അവരങ്ങനെ പറയുന്നത് പോലെ ചെയ്തിരുന്നുവെങ്കിൽ ഭയങ്കര ശിക്ഷ നൽകുമായിരുന്നു. മറ്റൊരാളെയും അങ്ങനെ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സഹായിയായിട്ട് വന്നിട്ട് കാര്യമില്ല, ആരും സഹായിക്കാൻ ഉണ്ടാവുകയും ചെയ്യൂല. എന്നിട്ട് അതിന്റെ അടുത്ത സൂക്തത്തിൽ ഒന്നുകൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, താങ്കളുടെ ഈ മക്കയിൽ നിന്ന് താങ്കളെ വിരട്ടി ഓടിക്കാനായിട്ട് അവര് പരിശ്രമിക്കുകയാണ്, അവരതിന് ശ്രമിക്കും. പക്ഷേ അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ, താങ്കളെ ഈ നാട്ടിൽ നിന്ന് അവർ വിരട്ടി ഓടിക്കുകയാണെങ്കിൽ, കാരണം അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ട് അള്ളാഹുവിനെ ആരാധിച്ച് മക്കയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിട്ടുണ്ട്. ആ ഒരു സംരക്ഷണം കൂടി അവസാനിച്ചതോട് കൂടിയിട്ട് ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായാലും പോകേണ്ടി വരും. അതാണ് പറയുന്നത്, നിങ്ങളെ അവര് ഈ നാട്ടിൽ നിന്ന് വെട്ടിയോടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ താങ്കൾക്ക് എതിരായിട്ട് അവര് അധിക കാലം അവിടെ നിന്ന് വസിക്കുകയും ചെയ്യില്ല. അത് നമ്മൾ കണ്ടുവാണ്. മക്കയിൽ നിന്ന് പുറത്തു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 10 വർഷത്തോളം മാത്രമേ മക്ക ജയിച്ചടക്കാൻ സമയമെടുത്തിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ മക്ക കീഴടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത സൂക്തത്തിൽ പറയുന്നുണ്ട്, സുന്നത്തമൻ, ഇതൊക്കെ നമ്മളൊന്ന് കുറച്ച് ഒന്നാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്താണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. സുന്നത്തമൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റസൂലിനാ വലാ തജിദ് ലിസുന്നതിനാ തഹ്വീല. ഇങ്ങനെ പോകേണ്ടി വരിക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ ഒരു ചര്യയാണ്. അത് ചരിത്രത്തിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു ചര്യ ഇവിടെയും നടന്നു പോകുന്നു, ഇവിടെ ഇങ്ങനെ നടന്നു പോകും. അതിൽ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എനിക്ക് സത്യകവാടത്തിലൂടെ എന്നെ നീ പുറത്തു കൊണ്ടുപോകണമേ. അഥവാ ഒരു ഷെറിൽ നിന്നാണ് പോകുന്നത്, ആ ഷെറിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ സത്യകവാടത്തിലൂടെ പുറത്തു കൊണ്ടുപോകണമേ. ഒരു നന്മയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു കയറുന്നത്. അപ്പം പറയാണ്, ഒരു സത്യകവാടത്തിലൂടെ മാത്രമേ എന്നെ ആ ഒരു നന്മയിലൂടെ കടത്തണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം പറയുന്നുണ്ട്, വഖുൽ ജാഅൽ ഹഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. വഖുൽ ജാഅൽ ഹഖു, സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാതിൽ, അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്നൽ ബാതില കാന സഹൂഖ, അസത്യം തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും. അഥവാ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, അൽ ഹിജ്റ ഫറഖത് ബൈനൽ ഹഖ് വൽ ബാതിൽ. ഹിജ്റയാണ് സത്യവും അസത്യവും വേർതിരിച്ചത്. അത് സാക്ഷാൽ സംഭവിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഈ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ അവരെ മാനസികമായി പരിവർത്തിപ്പിച്ചതിനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനത്തെ ഒരുപാട് സൂക്തങ്ങളുണ്ട്, ഞാൻ ഒക്കെ കൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനത്തെ മവാഇദുകളാണ്, ചിലത് സംഭവങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ യൂസുഫ് ഒക്കെ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രത്തിലൂടെയും മുമ്പുള്ള ആളുകളുടെ ചരിത്രത്തിലൂടെയും ഒക്കെ അവരെ മാനസികമായി തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വിഷയങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുചരന്മാരെയും ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയതിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൃത്യമായി ശ്രവിച്ചത്. അള്ളാഹു നമുക്ക് നഫിയായ ഇൽമു നൽകുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും കൃത്യമായി മുടങ്ങാതെ ശ്രദ്ധിക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും, ഈ അറിവുകൾ നുകരുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صعب أن تهجر ما سكن في القلب فذاك